ഇന്ന് ഹൗസ് വൈഫ് ചെയ്യാൻ പോകുന്ന വ്യത്യസ്ത ഇനം ഒരു തോരനാണ്. ഉണക്കപ്പാവയ്ക്ക കൊണ്ടുള്ള ഒരു തോരനാണ് ഹൗസ് വൈഫ് ചെയ്യുന്ന. അപ്പോൾ പലതരത്തിലുള്ള തോരൻ നമ്മൾ കഴിക്കാറുണ്ട്. ക്യാബേജ് തോരനുണ്ട്, ബീൻസ് തോരൻ ചെയ്യാറുണ്ട്, ചീര തോരൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ തോരൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സീസണിൽ കിട്ടുമ്പോൾ, പാവയ്ക്ക് സീസണിൽ കിട്ടുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇങ്ങനെ നുറുക്കിയിട്ട് ഉണക്കി സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇത് ചെയ്തിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം നിൽക്കും. ഫ്രിഡ്ജിൽ പോലും വെക്കണമെന്നില്ല, ചുമ്മാ ഒരു ടിന്നിൽ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ പലതരത്തിലുള്ള കൂട്ടാൻ നമുക്ക് ഉണ്ടാക്കാം. അധികം കയ്പൊന്നും തോന്നില്ല ഈ തോരന്. അപ്പോൾ നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ചേർത്തിട്ട് വറുത്തെടുക്കാം. ചുമന്ന മുളക് ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വറ്റലാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് വറുത്തെടുക്കാം. എണ്ണയിലിടുമ്പോൾ കൂടുതലായിട്ട് അങ്ങനെ വരും. ഇത് കരിഞ്ഞു പോവാതെ പെട്ടെന്ന് ഇത് വറുത്തെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ മുളകും പാവയ്ക്ക ഉണക്കിയതും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. അധികം പൊടിക്കരുത്, ഒന്ന് കറക്കിയാൽ മതി. ഇതിപ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ ഇച്ചിരി ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അല്പം കടുക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതെടുക്കാം, നിങ്ങളുടെ ടേസ്റ്റ് പോലെ എടുക്കാം. ഒരു സവാള ഇതിലേക്ക് ചേർത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. സവാള നല്ല വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമണമൊക്കെ പോയി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പൊടിച്ചു വെച്ച പാവയ്ക്കയും മുളകും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ മുളകും ഇത് 1 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. മുളക് ഉപ്പൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആയി വരാൻ വേണ്ടിയിട്ടാണ് 1 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റത്തേക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ചെയ്ത് നോക്കുക. സീസണിൽ പാവയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്ത്